കൃഷ്ണ വന്നല്ലോ. നീല വന്നല്ലോ. എന്തു ചെയ്തു നീ? ദോശ ചുട്ടല്ലോ. നിലായ്ക്ക് വാരി തന്നല്ലോ. വയറ് ഫുള്ളായി. നിന്റെ വയറ് ഫുള്ളായോ? അച്ഛാ, ഞാൻ എപ്പോഴാ അച്ഛാ ഡോക്ടർ ആകുന്നേ? നാളെ അല്ല, ഇനിയൊരു ഒരുപാട് കഴിഞ്ഞ്. ഡോക്ടർ ആയെങ്കിലേ അച്ഛനെ നോക്കാൻ പറ്റുള്ളൂ. ഇനിയും കളിക്കാം. കൃഷ്ണ വന്നല്ലോ. നോക്കട്ടെ. യെസ് മിസ്. ദാറ്റ്സ് നൈസ്. നില, എന്തുവാ? എന്താ ഒന്നും വരയ്ക്കാഞ്ഞേ? ദിവസം ഹോംവർക്ക് ചെയ്യാത്ത എന്താ? മിസ്, അവളുടെ അച്ഛൻ ഭ്രാന്തനാ. സൈലൻസ്. കുട്ടി, നാളെ മുതൽ മുടങ്ങാതെ ഹോംവർക്ക് ചെയ്തുകൊണ്ട് വരണം. എങ്കിലേ ക്ലാസ്സിൽ ഇരിക്കാൻ അനുവദിക്കൂ. മനസ്സിലായില്ലേ? ഗുഡ്. കിഷോർ, വരച്ചതെവിടെ? അല്ല, മോടെ പേരെന്താ? നില. ഏത് ക്ലാസ്സിലാ? LKG B. എന്തിനാ ഇവിടേക്ക് വന്നേ? നിങ്ങൾ ടീച്ചറാണോ? അപ്പൊ സ്റ്റുഡൻ്റ് ആണോ? ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ രമ്യ ടീച്ചർ വഴക്ക് പറയും. എന്താ മോടെ അമ്മ ഹെൽപ്പ് ചെയ്യില്ലേ? അമ്മ ഇല്ല. എവിടെയാ അമ്മ? സ്വർഗത്തിലാ. അച്ഛനോ? അച്ഛൻ മാഡം, എൻ്റെ അച്ഛൻ ഈ സ്കൂൾ മാത്രമല്ല നടത്തുന്നത്. കേരളം മുഴുവൻ ഞങ്ങൾക്ക് 18 സ്കൂളുണ്ട്. എഡ്യൂക്കേഷൻ വെച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ അപ്രോച്ച് തന്നെ വേറെയാണ്. കുട്ടികൾക്ക് നിങ്ങളൊരു ടീച്ചർ മാത്രമായി ഇരുന്നിട്ട് കാര്യമില്ല. കുട്ടികൾ സ്കൂളിലെത്തിയാൽ അവരുടെ പേരൻസായി നമ്മൾ മാറണം. മിസ് രമ്യ, ഇനി ഒരു കുട്ടിയെ പോലും ഞാൻ പുറത്ത് കാണരുത്. അതിവിടെ റേഞ്ചില്ല, ഞാൻ പുറത്തേക്ക് വരാം. ആ, കേൾക്കുന്നില്ല കാർത്തിക്? ആ, ഇനി പറ. നിങ്ങളുടെ പേരെന്താ? ശ്വേത. എന്തിനാ ഇവിടെ വന്നേ? ഇതാണ് എൻ്റെ റൂം. ഓ, നിങ്ങൾക്ക് ഇവിടെ റൂമൊക്കെ ഉണ്ടല്ലേ? എന്താ ചെയ്യുന്നേ? അങ്ങനെയൊന്നുമില്ല. ഒന്നുമില്ലെന്നോ? ചുമ്മാതിരുന്നാൽ രമ്യ ടീച്ചർ വഴക്കിടില്ലേ? വഴക്കൊന്നും പറയില്ല. നിന്നെ ആരെങ്കിലും വഴക്ക് പറഞ്ഞാൽ എന്നോട് ഒന്ന് പറ, ഓക്കെ? സർക്കുലർ. താങ്ക് യു. ചിൽഡ്രൻ പ്ലീസ് ലിസൺ. നമ്മുടെ സ്കൂളിൻ്റെ പുതിയ മാനേജ്മെൻറ്റ് ഫസ്റ്റ് ആനിവേഴ്സറി വളരെ ഗ്രാൻഡായിട്ട് ആഘോഷിക്കാൻ പോവുകയാണ്. ഇതിനോടനുബന്ധിച്ച് സ്റ്റോറി ടെല്ലിങ്, റൈം കോമ്പറ്റീഷനൊക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാ കുട്ടികളും തീർച്ചയായും ഇതിൽ പങ്കെടുക്കണമെന്ന് കറസ്പോണ്ടന്റ് അറിയിച്ചിരിക്കുകയാണ്. മനസ്സിലായല്ലോ? കറസ്പോണ്ടന്റ് എന്ന് വെച്ചാൽ വലിയ ടീച്ചർ. ഓക്കെ, അതിരിക്കട്ടെ. ഇനി ആരൊക്കെ ഏതിലാ ചേരുന്നതെന്നൊന്ന് പേര് തന്നെ. ഓക്കെ. ശ്വേത. ശ്വേത. എന്താ? എക്സ്ക്യൂസ് മീ.
നമ്മുടെ സ്കൂളിൽ വലിയൊരു ദിനോസർ വന്നിട്ടുണ്ട്. ഡിനോസറോ? വലിയ ടീച്ചറാന്നാ പറഞ്ഞു കേട്ടെ. കറസ്പോണ്ടന്റ് അല്ലല്ലോ? അത് തന്നെ. അതിന് മുമ്പേ ഞാൻ റൈം ചൊല്ലണോ അതോ കഥ പറയണോ? ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ? നിനക്കെന്താ പറഞ്ഞു തരണ്ടേ? സ്റ്റോറിയാണോ റൈംസ് ആണോ? നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? രണ്ടും അറിയാം. അടിപൊളി. അപ്പൊ വലിയ ദിനോസറുടെ അടുത്ത് നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. അതെന്താ വലിയ ഡിനോസർ? രമ്യ ടീച്ചർ ചെറിയ ദിനോസർ. അപ്പ കറസ്പോണ്ടന്റോ? ആ, കറസ്പോണ്ടന്റ് ആണ് വലിയ ഡൈനോസർ. സമയമായി, കുട്ടികളെല്ലാം വെയിറ്റ് ചെയ്യുന്നുണ്ടോ അവിടെ? ഇവിടെ ഞാൻ ഡ്രോപ്പ് ചെയ്തോളാം. നിങ്ങൾ ഡ്രൈവറിനോട് അഡ്രസ് പറഞ്ഞോളൂ. ഓക്കെ മാം. നില ഒന്നും ഇവിടെ ഇല്ല. നോക്കണ്ട പോ. നില ഹലോ, അവിടെ നിന്നേ. എവിടോട്ടായി പോന്നേ? അവിടെ നിൽക്കാൻ. എടോ, തന്നോടല്ലേ അവിടെ നിൽക്കാൻ പറഞ്ഞു? അവിടെ നിൽക്കണോ? 4 കിലോമീറ്റർ സ്കൂളിൽ കിടന്നോടി, 8 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി വരുവാ. ഊട്ടി തണുപ്പി വേർത്ത് കുളിച്ച് ഞാൻ. ഇയാടെ മോളെ താൻ എവിടാ കൊണ്ടുവിട്ടു? ആ കൊച്ചു അവിടെ നിന്ന് അപ്പം തന്നെ പോയതാണല്ലോ. നമ്മുടെ കറസ്പോണ്ടന്റ് മേഡം ഡ്രോപ്പ് ചെയ്യാന്നാ പറഞ്ഞത്. താൻ എന്താടോ ഇത് നേരത്തെ പറയാൻ? ഞാനിത് പറയാനായിട്ട് അങ്ങ് വിട്ടുപോയി. അല്ല പുള്ളിയാ, കൊള്ളാം. എടോ നില എവിടെ പോയതായിരുന്നു? താക്കോല് തന്നിട്ട് പോയായിരുന്നില്ലേ? ഇത്ര നേരം നീലയുടെ ടീച്ചർ ഇവിടെ ഉണ്ടായിരുന്നു. ടീച്ചർ അല്ല, ശ്വേത. ദേഷ്യമാണോ? ഭയങ്കര ദേഷ്യം. ഒരുപാടോ? ഇല്ലില്ല, തുണി കഴുകണം. ഞാൻ വന്നിട്ട് നില. അച്ഛനും അമ്മയെ പോലെ ഒറ്റക്കാക്കിട്ട് പോവോ? ഇല്ല, നീ ഒറ്റയ്ക്കാക്കിട്ട് പോയേ. ഞാൻ എവിടെയല്ല നോക്കിയെന്ന് അറിയാമോ? ഡ്രൈവറിന്റെ വീട്. അവിടെ പറഞ്ഞില്ലേ? പറഞ്ഞില്ല. സോറി അച്ഛാ. സ്കൂളിൽ കോമ്പറ്റീഷൻ, കഥ പറയണമായിരുന്നു. അതാ ഞാൻ താമസിച്ച. കഥയോ? കഥ ഞാൻ പറയാം. നീ വേഗം വരണം. അച്ഛന് കഥ അറിയാവാ? ഒരുപാട് കഥ അറിയാം. പറഞ്ഞേ. നാളെ പറയാം. നാളെ. എന്നെ വിട്ട് പോകരുത്. നീ എന്നെ വിട്ട് പോയാ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇനി എന്നെ കണ്ടില്ലെങ്കിൽ ദാ നോക്ക്, ആ അമ്പിളിയമ്മാവനോട് പറഞ്ഞാ മതി. ആ അമ്പിളിയമ്മാവൻ എല്ലാം എന്നോട് പറഞ്ഞോളും. ഓ, ആശ്വാസമായി. എടാ ഒരു ഉരുക, വണ്ടിയിലോട് കയറ്റാ. നീ ഇവിടെ എന്ത് ചെയ്യുവാ? എന്താ? കൃഷ്ണന്റെ മോക്ക് സ്കൂളിൽ കഥ പറയണമെന്ന്. അതുകൊണ്ട് കൃഷ്ണൻ രാവിലെ തൊട്ട് എല്ലാവരുടെ പുറകെ നടക്കുക. ആരാ കുടുങ്ങിയത്? ചേട്ടൻ തന്നെ. ഞാനോ? എങ്ങനെ? അയ്യോ, എനിക്ക് കഥയൊന്നും അറിയില്ല. ഞാൻ പറയുന്നതൊന്നും കേക്ക്. അതൊന്നും പറ്റില്ല, നീ പറ. ഇവൻ ഇവിടെ ഉണ്ടെങ്കിലല്ല പ്രശ്നമുള്ളൂ.
അല്ല കൃഷ്ണൻ, ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ സത്യം വിടില്ല പറയുന്നേ. വിടില്ല. എന്തേ ഡെലിവറിക്ക് പോയില്ലേ? പോയില്ലേ? ഈ പോക്ക് പോയാൽ ഇവിടെ ഡെലിവറി നടക്കും. കഥ പറയാൻ പറ മൂർത്തിയേട്ടാ. കൃഷ്ണ, നിനക്ക് കഥയല്ലേ കേൾക്കണ്ടേ? ഇങ്ങി വാ, ഞാൻ പറഞ്ഞു തരാം. അറിയാമല്ലേ? ആ അറിയാം, വാ. പോയിട്ട് വാ. വരട്ടെ. അല്ല, നിങ്ങൾക്ക് കഥയൊക്കെ അറിയോ? എനിക്ക് പല കഥകളും അറിയാം. അതൊന്നും മനസ്സിലാക്കാനുള്ള യാതൊരു വിവരം ഇവന്റെ തലയിലില്ല. അല്ല, ഈ കഥ എന്ന് പറയുമ്പോ പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും ആർക്കെങ്കിലും ഒരാൾക്ക് വിവരം ഉണ്ടായാ പോരെ ചേട്ടാ?